നമസ്കാരം. ഇന്ന് ലോകത്ത് പല തീവ്രവാദ സംഘടനകളുടെയും ചില സംശയാസ്പദമായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെയൊക്കെ തന്നെ പണം കൈപ്പറ്റിക്കൊണ്ട് പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ചില സാമൂഹ്യ സംഘടനകളുണ്ട്. നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള പല സംഘടന ഉള്ളതായിട്ട് നേരത്തെയും ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവരുടെ പ്രധാന ജോലി ജനങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ആളുകളുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് ഭാവിച്ചുകൊണ്ട് പരമാവധി ഇത്തരം ഏജൻസികളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് തീവ്രവാദ സംഘടനകൾക്ക് പുറമേ നിന്ന് എന്നാൽ പരസ്യമായി അവരുടെ പേര് പ്രഖ്യാപിക്കാതെ പിന്തുണ നൽകി അവരെ പരമാവധി വളർത്തുകയും അവരുടെ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രധാന പരിപാടി. ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ തന്നെ, ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഫ്രീഡം ഫ്ലോട്ടില എന്നുള്ള പേരിൽ ഇപ്പോൾ നിരന്തരമായി ഗാസയിലേക്ക് ചെറു കപ്പലുകളിൽ സഞ്ചരിച്ച് എത്തുന്ന ഒരു ആക്ടിവിസ്റ്റുകളുടെ ഒരു പ്രസ്ഥാനമുണ്ട്. ഫ്ലോട്ടില എന്നുള്ള ഒരു അടിസ്ഥാന പേരും പല സമയങ്ങളിലും പല പേരുകളിലായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഈ കപ്പലിലെ ഉപരോധം നീക്കാനെന്നുള്ള നീക്കവുമായൊക്കെ എത്തുന്നത്. ഗ്രീറ്റ തുൻബർഗ് എന്ന സ്വീഡിഷ് വംശജയായ ഒരു സാമൂഹ്യ പ്രവർത്തക ചെറുപ്പക്കാരിയുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈയിടെയായി പലതവണ ഗാസയിലേക്ക് അവിടെയുള്ള ജനങ്ങൾക്ക്, കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അവശ്യവസ്തുക്കളുമായി എത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യം തടയുമ്പോഴൊക്കെ തന്നെ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള വിമാനത്താവളത്തിലെത്തി നാട്ടിലേക്ക് മടങ്ങുന്നതാണ് ഈ ഗ്രിറ്റയുടെയും സംഘത്തിൻ്റെയും ഒക്കെ തന്നെ സ്ഥിരം പരിപാടി. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇവർക്ക് ഹമാസുമായി നേരിട്ട് തന്നെ ബന്ധമുണ്ട്. ഹമാസാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച എല്ലാ തെളിവുകളും ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിൻ്റെ കയ്യിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കാര്യം മനസ്സിലാക്കുക, ഇതേ സമയം തന്നെ ഇപ്പോൾ ഏതാണ്ട് 50 ചെറു കപ്പലുകളുടെ അകമ്പടിയോടുകൂടി ഗ്രീറ്റ തുൻബർഗും സംഘവും ഇപ്പോൾ വീണ്ടും ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കടൽ മാർഗ്ഗം എത്തുകയാണ്. അവരെ തടയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രവാദ സംഘടനയുടെ പണം വാങ്ങിക്കൊണ്ട ഒരു നാടകം എന്ന് തന്നെ നമ്മളിതിനെ പറയേണ്ടി വരും. ഇവർ ഹമാസിൽ നിന്ന് നേരിട്ട് പണം കൈപ്പറ്റുന്ന ആളുകളല്ല എന്നുള്ളതാണ്. ഹമാസ് മറ്റു ചില സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അവയിലൊന്നിലൂടെയാണ് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഇവർ പണവും മറ്റ് സഹായങ്ങളുമെല്ലാം തന്നെ ചെയ്യുന്നത്. ഫലസ്തീനിയൻ കോൺഫറൻസ് ഫോർ ഫലസ്തീനിയൻസ് എബ്രോഡ് എന്ന ഒരു സംഘടനയാണ് ഇത്. ഇവർ വഴിയാണ് ഈ ഇത്തരത്തിലുള്ള സോക്കോൾഡ് സാമൂഹ്യ സേവന സംഘടനകൾക്കെല്ലാം തന്നെ പണം എത്തുന്നത്. ഈ സംഘടനയുടെ പ്രവർത്തനം എപ്പോഴും രാജ്യത്തിന് പുറത്തായിരിക്കും. ഗാസയിൽ ഹമാസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ കലാപം നടത്തുമ്പോൾ, തീവ്രവാദി ആക്രമണം നടത്തുമ്പോഴൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഗാസയുടെ പേരിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പേരിലൊക്കെ തന്നെ നിരവധി കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന സംഘടനയാണ് ഇത്. ഇതിൻ്റെ പല നേതാക്കന്മാരും ഹമാസിൻ്റെ നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ്ക്കൊപ്പം നിൽക്കുന്ന പല ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ സംഘടനകളെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവരുടെ എല്ലാം തലതൊട്ടൊപ്പനായിരിക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദ സംഘടന തന്നെയാണ് എന്നുള്ളതാണ്. സഹീർ ബിറാവി എന്ന ബ്രിട്ടനിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സംഘാടകനാണ്. ഇയാളും ഇസ്മായിൽ ഹനിയും എല്ലാം ഒത്തുള്ള നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ചെയ്യുന്നത് ഇഷ്ടം പോലെ പണം ഇത്തരത്തിലുള്ള ഗ്രിറ്റയുടെ സംഘടന പോലെയുള്ള ഫ്രീഡം ഫ്ലോട്ടിലേക്കെല്ലാം തന്നെ നൽകുക, പരമാവധി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇനിയും മറ്റു ചില വ്യക്തികൾ കൂടിയുണ്ട്. നമുക്ക് അവരൊക്കെ ആരാണെന്ന് നോക്കാം. സെയ്ഫ് അബു കിഷ്ക് എന്നാണ് ഈ അടുത്ത ഇവരുടെ നേതാവിൻ്റെ പേര്. ഇയാൾ സ്പെയിനിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു വൻകിട IT സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയാണ് ഈ കിഷ്ക്. ഇയാൾക്ക് വളരെയധികം സമ്പത്താണ് കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇത്തരം സംഘടനകൾക്ക് കൈ അയച്ച് തന്നെ സഹായം നൽകുന്നുണ്ട്. ഇവരെല്ലാവരും ഇയാളിൽ നിന്നും പണം കൈപ്പറ്റുന്നുണ്ട്. കൂടാതെ ഇയാളൊരു കപ്പലുടമ കൂടിയാണ്. നിരവധി കപ്പലുകൾ ഇയാൾക്കുണ്ട്. ഗ്രീറ്റ തുൻബർഗും സംഘങ്ങളും സഞ്ചരിക്കുമ്പോൾ അവർക്ക് അകമ്പടിയായി ഇപ്പോൾ നിരവധി കപ്പലുകൾ എത്തുന്നുണ്ട്. ഇതിൽ പലതും ഇയാളുടെ വകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ PCPA എന്ന ഹമാസ് അവരുടെ മറ്റൊരു പേരിൽ രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ ശിങ്കിടികൾ തന്നെയാണ് ഈ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇവർ പല നാടകങ്ങളും പലപ്പോഴും നടത്താറുണ്ട്. ഇവർ സഞ്ചരിക്കുന്ന കപ്പലിന് നേർക്ക് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് പറയും. എന്തൊക്കെയോ വിഷദ്രാവകങ്ങൾ തങ്ങളുടെ കപ്പലിന്മേൽ തളിച്ചു എന്ന് പറയും. അങ്ങനെ കള്ളക്കഥകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചാണ് ഇവർ ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ മോശക്കാരാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളുടെ സഹായം പറ്റി ജീവിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഇവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപാട് ബഹുമതികൾ കിട്ടുമായിരിക്കും. അവിടെ ഒരുപാട് വിദേശ യാത്രകൾ ഇവർ നടത്തുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നഗരങ്ങളിലൊക്കെ തന്നെ
ഇവർക്ക് വലിയ വിശിഷ്ടാതിഥികളായി അവർ സ്വീകരണം ഒരുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആത്യന്തികമായി ഇവർ മനുഷ്യ കുലത്തിൻ്റെ തന്നെ ശത്രുക്കളാണ് എന്നുള്ളതാണ് സത്യം. അതുതന്നെയാണ് 2021 ഈ സംഘടനകൾക്ക് ഇത്തരത്തിലുള്ള ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയെ നമുക്കറിയാം. അയാൾ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. പക്ഷേ ഖത്തറിലാണ് താമസിച്ചിരുന്നത്. ഇറാനിലെത്തിയ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ എങ്ങനെയാണ് വധിച്ചത് എന്നും നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഹമാസ് എന്ന സംഘടന ലോകം മുഴുവൻ നാശം വിതയ്ക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള PCPA എന്ന സംഘടനയിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ എല്ലാ സഹായങ്ങളും കപ്പലുകൾ വരെ നൽകിക്കൊണ്ടാണ് ഈ ഗ്രേറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള ആളുകളെ പറഞ്ഞു വിടുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരും. പുരോഗമനാശയങ്ങൾ പ്രസംഗിക്കുകയും തീവ്രവാദികളിൽ നിന്ന് സഹായം പറ്റി അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യാജന്മാരെ തിരിച്ചറിയാൻ ഇനി അങ്ങോട്ടുള്ള കാലത്ത് വളരെ എളുപ്പമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഓരോന്നോരോന്നായി ഇസ്രായേൽ പൊളിച്ചെടുക്കുകയാണ് ലോകത്തിന് മുന്നിൽ.